ടൈം നമ്മള് തിരിച്ചു വന്നിരിക്കുകയാണല്ലേ. കുറെ ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. വേറെ റീസൺ ഒന്നുമില്ല, കണ്ടന്റ് ക്ഷാമം, അത് തന്നെ പ്രശ്നം അല്ലടാ. വി ആർ ബാക്ക് വിത്ത് അപ്പു ആൻഡ് സച്ചു. അപ്പൊ നമ്മൾ ഇന്ന് പുതിയ ഒരു ഇതുവരെ നമ്മൾ ട്രൈ ചെയ്യാത്ത ഒരു കാര്യമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കിന്ന് കുറച്ച് എന്തോ റീൽസ് ഒക്കെ കണ്ടിട്ട് ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യാം. എന്താ അപ്പൊ കുറച്ച് റിയാക്ഷൻ വീഡിയോ എന്നാണെങ്കിൽ ഉദ്ദേശിക്കാം. നമുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ടൈം പാസ് അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പൊ ഇന്നത്തെ വീഡിയോസിൽ നമുക്ക് കുറച്ച് റീൽസ് ഒക്കെ കണ്ട് അങ്ങ് ചിരിച്ച് കളിച്ച് ഇന്ന് അങ്ങ് മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങും. അപ്പൊ നമുക്ക് തുടങ്ങാം പരിപാടി അല്ലടാ അപ്പു? നോക്കട്ടെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോ അതാ കിട്ടി. മെൻഷന്റെ ഒരു ഉളുപ്പില്ലാത്ത സ്റ്റോറി ടെല്ലർ ചങ്ക്. എല്ലാവർക്കും കാണുമല്ലോ ഇതുപോലെ അല്ലേ, കഥയൊക്കെ പറയണ ആൾക്കാർ കാണാം. അപ്പൊ നമുക്കൊരു സ്റ്റോറി കണ്ടുപോകാം, എന്താണ് അവസ്ഥ എന്ന് നോക്കട്ടെ. പിറ്റേ ദിവസം രാവിലെ ഉണ്ടല്ലോ, ഞാനേ പറമ്പിലോട്ടൊന്ന് തൂറാൻ ചെന്നപ്പോഴുണ്ടല്ലോ, എടാ ഈ വലിപ്പത്തിലുണ്ട് ഒരു വീട്ടൊക്കെ. പിന്നെ അപ്പാപ്പ ചുമ്പ നീ കണ്ടിട്ടില്ലല്ലോ. എടാ അതിനകത്തൊരു ചക്കക്കുരു. ഞാൻ ഇത് രണ്ടും കൂടെ കൂട്ടി ഒരു കുഴി എടുത്ത് അങ്ങ് മൂടി. എടാ അതിപ്പോ ഒരു പ്ലാവായി കാണുമെടാ. എന്റെ ദൈവമേ, എന്ത് സ്റ്റോറിയുടെ ഇത്! ഇത്രയും വെറൈറ്റി സ്റ്റോറിയൊക്കെ ഇത് ഈ കളവന്ത് എവിടെ നടിച്ചിറക്കുന്നോ? അതിനകത്ത് ചക്കക്കുരു പൊതിഞ്ഞ് നട്ടിട്ട് പ്ലാവായി കാണും. ഈ പ്ലാവ് നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. ഇങ്ങനെ തീട്ട കണ്ടി പൊതിഞ്ഞ് പ്ലാവൊക്കെ വളരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലേ. എന്തായാലും അതൊരു വെറൈറ്റി സാധനം തന്നെ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സ്റ്റോറി കേട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോറി പറയുന്ന വെറൈറ്റി ചങ്കുകൾ ഉണ്ടെങ്കിൽ പറയണം. എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ അവിടെ ഇതുവരെ പറയാനായിട്ട്? ഇങ്ങനത്തെ സ്റ്റോറി ഒന്നും കാണില്ല. ഈ പണ്ടൊക്കെ ആയിരുന്നു നമ്മളൊക്കെ പോയി പറമ്പിലിരുന്ന് അപ്പിയിടുന്നൊക്കെ. ഈ കുഞ്ഞിലെ ഒരു കഥയുണ്ട്, ഇവിടെ വരുത്തന്റെ ഒരു കഥയുണ്ട്. സച്ചു പറയണ, എന്തായിരുന്നു കഥ? ഒരു വണ്ടി ഉരുട്ടി കളിച്ച കഥ നീ എപ്പോഴും പറയില്ല. കേട്ടിട്ട് ബാക്കി കാര്യം എല്ലാരും കേൾക്കണമല്ലേ. പറ ചേട്ടൻ വണ്ടി എടുത്ത് ഞാൻ ആക്സിലേറ്ററും കൊടുത്ത്. അതല്ല നശിപ്പിച്ച്. എടാ നീ അപ്പൂന്റെ ഒരു ഈ ഒരു കഥയുണ്ട്. എടാ നീ പറഞ്ഞിട്ടില്ലടാ. ഇങ്ങനെ റോഡിൽ അല്ല സൈഡിലൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ഇട്ടിട്ട് പോകും. എന്നിട്ട് അതിൽ കൂടെ കുഞ്ഞു വണ്ടിയൊക്കെ ഇങ്ങനെ ഉരുട്ടും. കേട്ടോ എന്റെ ദൈവം, ആ മഹാനായിരിക്കുന്നത്. വളരെ അത്ഭുതകരമായിട്ടുള്ള വണ്ടി ഓടിക്കൽ. നമ്മളൊക്കെ റോഡിൽ വണ്ടി ഓടിക്കുമ്പോ അവൻ തീട്ട കണ്ടി കൂടെ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ. ഓക്കെ ഒരു സ്റ്റോറി കിട്ടി. കണ്ടോ സ്റ്റോറി ടെല്ലർ ഇരിപ്പുണ്ട്. എല്ലാത്തിനും ഒരു സ്റ്റോറിയാണ്. അടുത്തത് Lamptey running down the right hand side. He has options in the middle. Cross it, praise. Huh? Are you passing to Jesus? Lamptey trying to get the ball, but he's being too physical. എന്താണെന്ന് മനസ്സിലായോ? ഇല്ല, ഇത് സംഭവം ഫുട്ബോളാണ്. ഫുട്ബോളിൽ കമന്ററി പറയുന്നത് ഇത് ഗാനയിൽ നടന്നൊരു കളിയുടെ കമന്ററിയാണ്. അപ്പൊ പുള്ളി ഒരുത്തൻ ബോളിനെ അടിച്ചിട്ട് മറ്റേ പോസ്റ്റിന്റെ മണ്ടേ കൂടെ അടിച്ചപ്പോഴത്തേക്കും ആ ഇംഗ്ലീഷ് പറഞ്ഞ കാര്യം ആർ യു പാസിംഗ് ടു ജീസസ് എന്ന്. മനസ്സിലായി? യേശുക്രിസ്തുവിന്റെ അടുത്തോട്ടാണ് ബോൾ പാസ് ചെയ്യണെന്നാണ് പുള്ളി ചോദിച്ചത്. അത് ഫുള്ള് കേൾക്കുമ്പോ നല്ലൊരു trying to get the ball, but he's being too physical. Oh, wrong football. Mali in the box. They're looking threatening. They pass it in. He shoots it. It deflects and it goes back in. Bad goal. Are you happy about that goal? Look at them. That's a nasty goal. That's a bad goal. Do not celebrate that. കമന്ററി പറഞ്ഞത് അത് സെലിബ്രേറ്റ് ചെയ്തതാണ്. അതൊരു സെൽഫ് ഗോളാണ്. വേറെ ആരുടെ കാലിലടിച്ച് ഗോൾ പോസ്റ്റിനകത്ത്. അപ്പൊ അത് സെലിബ്രേറ്റ് ചെയ്യില്ലെന്നാണ് കമന്ററി പറയുന്നത്. പക്ഷെ അയാൾ പറയുന്ന ശൈലി ഒരു രസമൊക്കെ ഉണ്ട് കേൾക്കാൻ. നമ്മളെ മലയാളത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ അവര് ഗാനയില് നൈസായിട്ട് കോമഡി ആയിട്ട് പറയുന്നു. അത്രേ ഉള്ളൂ. That's not a good goal. Don't be happy for yourself. He gets the cross into the box. Straight header. That's how you score a good goal. Celebrate it properly. Yes. You better dance on them. You better dance as well. Where is Asamoah Gyan when you need him? Aputo. You think you're Ronaldo? The Malian player tries to control the ball, but he cannot. Ghana in the box. Do something with the ball, please. Where's the ball? Jordan, are you? Shoot it! Straight shot! Jordan, are you did something good? Jordan, are you did something good? God is good all the time. And all the time, God is good. പുള്ളി എല്ലാത്തിന്റെ ഇടയ്ക്ക് God is good.
ഇതുവരെണ്ടോ എന്നൊക്കെയാണ് പറയുന്നത്. ഒരു പ്രത്യേകതര സ്ലാങ് ആണ് അത്. നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ കേട്ടിരിക്കുമ്പോൾ ചെറിയ തമാശ പോലെയൊക്കെ തോന്നും, എന്നാലും വലിയ രസമായിട്ട് എനിക്ക് തോന്നിയില്ല. പോരാ, അടുത്തതിലോട്ട് പോകും. ഇവിടെ നമുക്ക് കമന്ററി പറയാനുള്ള സ്റ്റോറികളൊന്നുമില്ല. കാര്യം തീർന്ന് കഥം. അത് ട്വിസ്റ്റായി പോയി. അത് മാരക ട്വിസ്റ്റായി പോയി. ഇങ്ങനെയുള്ള അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വീട്ടുകാർ ഒന്ന് ശല്യം ചെയ്യാറുണ്ട്, അതൊരു സംഭവം. അപ്പൊ നമുക്കിങ്ങനെ ഇങ്ങനെ വരും, അതായത് സൗണ്ട് ഉണ്ടാക്കും. നമ്മളിപ്പോ സൈലന്റ് ആയിട്ട് ഇരുന്നല്ലേ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും പിന്നെ ആരെങ്കിലും വന്ന് കഥയിൽ മുട്ടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്ത് വന്നിട്ടില്ല, അത് നല്ലൊരു കാര്യം. അല്ല, അതിന്റെ തുടക്കം ഓക്കെയാണ്, ആ ഫുട്ബോൾ കളിച്ച് വന്നിട്ട് തട്ടുന്നവരെ ഓക്കെയാണ്. അവസാനം എന്തോന്നേ കാണിച്ചത് അത് ഇച്ചിരി ഈ സാധാരണ ചില സിനിമകളിലൊക്കെ തുടങ്ങിയിട്ട് അവസാനം കൊണ്ട് കൊള്ളാക്കണമല്ലോ, എക്സ്പ്രഷൻ ഇട്ട് ഓവറാക്കി ചളവാക്കിയുള്ള. അല്ലെങ്കിൽ അത് ഓക്കെ ആയിട്ടുള്ള സാധനമായിരുന്നു. കാരണം ഒറിജിനലായിട്ട് തോന്നി പെട്ടെന്ന്. മറ്റവൻ കളിച്ച് ഫുട്ബോളിൽ അടിക്കുന്ന പോലെ തന്നെയാണ് അടിച്ചത്. അവർ ഇരുന്ന് വാങ്ങി കൊളവാക്കിക്കളഞ്ഞു. എന്താന്നിന്റെ കുഞ്ഞടേ ഈ ഹെയർ സ്റ്റൈലും വെച്ച് എങ്ങനെ റോഡിലോട്ട് ഇറങ്ങുന്നത് എനിക്കറിഞ്ഞൂടാ. ഇത് വെച്ച് എങ്ങനെ റോഡിലോട്ട് ഇറങ്ങുമെന്ന് എനിക്കറിഞ്ഞു. പശു പോലെ നമുക്കിതൊന്ന് തല ട്രൈ ചെയ്താൽ രണ്ട് തല കിട്ടി. എന്തായാലും കൊള്ളാം. ഇവൻ തമാശക്ക് ചെയ്താണെങ്കിൽ ഓക്കെ, സീരിയസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അടിക്കണം. അല്ലെങ്കിൽ ആൾക്കാരെ പുറകിലിട്ട് അടിച്ചോടിക്കണം. എന്തൊരു സ്റ്റൈൽ ഇങ്ങനെയൊക്കെ 3-4 മാസം നിൽക്കും ചേച്ചി. പക്ഷെ ഒരുപാട് ബാക്കിയുണ്ടോ സാറേ? എന്ത് കാണിക്കാനാ നമുക്ക്? ഒരു കുപ്പി എനിക്കാരാവോ? എന്തിനാ കള്ളവോട്ട് ചെയ്യാനാ? ചുമ്മാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോലെ. സാറിന് സമയമുണ്ടോ സാറേ? നിങ്ങക്ക് എന്താ വേണ്ടേ? സമയമുണ്ടെങ്കിൽ ഞാൻ ബ്രഷ് കൊണ്ടുണ്ട് എന്റെ തലയിൽ ഇത്തിരി തേച്ച് തരാമോ? ഡൈക്കൊക്കെ ഒരുപാട് വിലയാ സാറേ, ഒരു മാസം പോലും നിൽക്കൂല. അത് കാരണം ഇത് 3-4 മാസം നിൽക്കൂല. അതുകൊണ്ടാ സാറേ. നിങ്ങൾ വോട്ട് ചെയ്യാൻ വന്നാണോ അത് എന്നെ കൊണ്ട് ഡൈ കഴിക്കാൻ വന്നാണോ? അത് ഭയങ്കര സീരിയസ് ആയിട്ട് തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ച എന്തോ സീരിയസ് സംഭവം പറഞ്ഞു തരികയാണ്. ഇച്ചിരി മഷി തരുമോ തലയിൽ ഡൈ അടിക്കാനാണ്. ഇത് ഒരു കാലത്ത് ഇളവില്ല. അത് കറക്റ്റാണ്. വോട്ട് ചെയ്യാൻ പോകുമ്പോ കയ്യിൽ തേക്കുന്ന മഷി പെട്ടെന്നൊന്നും ഇളകി പോകില്ല. അത് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ തലയിലൊക്കെ തേച്ച് വെക്കാം. വേറെ വല്ല സംഭവിച്ചാൽ എന്നൊന്നും പറയരുത്. അടുത്ത സാധനത്തിലോട്ട് പോവാം. അതിനൊരു ധൈര്യമൊക്കെ വേണം, ഇത് ചെയ്യാൻ ഒരു ധൈര്യം വേണം. കത്തണ വണ്ടിയിൽ മൂത്രമൊഴിച്ച് കിടത്തുന്നതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് എന്റെ മോനെ. ആ വണ്ടിന്റെ മുന്നത്തിന് മുന്നേ ഞാൻ ആ പോസ്റ്റിന്റെ മുന്നിൽ കിടക്കും. ജയിച്ചെന്ന് കരുതണ്ടട മണ്ട, ഇതിന്റെ ട്രെയിലേന്നു. ഇപ്പോഴുള്ള പിള്ളേർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവാൻ വഴിയില്ല. പക്ഷെ ഇത് പണ്ട് നമ്മൾ ഈ സാധനം വാങ്ങാൻ പോകുന്ന സമയത്തൊക്കെ നമ്മളെല്ലാരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന നൊസ്റ്റാൾജിയാണ്. അതായത് വണ്ടീനെ ഓടിച്ചു തോപ്പിക്കുക, സൈക്കിളിനെ ഓടിച്ചു തോപ്പിക്കുക. നമുക്കിപ്പോ ഒരു ടാർഗറ്റ് മിസ്സായി കഴിഞ്ഞാൽ അടുത്ത വണ്ടി വരുമ്പോ അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അതാണ് ഇത് എന്റെ ട്രയലായിരുന്നു, ഇനി അടുത്ത വണ്ടി ഓടിച്ചു തോപ്പിക്കുക എന്ന് പറയുന്ന രീതി. അത് കൊള്ളാം, അത് നല്ലൊരു ഐഡിയ. ഇത് ഏതോ 90s കിഡ്സിന്റെ വീഡിയോ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ചെയ്ത അവന്മാര് എന്തായാലും അങ്ങനെയുള്ളവര്.
പറയുകയാണെങ്കിൽ ഇപ്പോഴത്തുള്ള ജനറേഷനെക്കാളും ഒരു കിടിലം വൈബൊക്കെ ഉള്ളത് ഈ പണ്ട് ഒരുപാട് കാലം മുന്നേ. അതൊരു മിഡിൽ ജനറേഷൻ ഒന്നും ഈ സംഭവം കിട്ടൂല. പക്ഷെ പണ്ടത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അവര് ഇപ്പോഴും ഭയങ്കര അടിപൊളിയായിട്ട് ഈ അപ്പൂപ്പന്മാരെ സെറ്റ് അത് ഇപ്പോഴും കിടിലാണ്. എപ്പോഴും ഗ്രൂപ്പായിട്ട് അത് ഇപ്പോഴുള്ള ജനറേഷനിൽ അത് കാണാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഇപ്പോഴും ആ സൈക്കിളിൽ പോണ അപ്പൂപ്പന്മാര് പണ്ടത്തെ കിടിലങ്ങളായിരിക്കും. അവരുടെ ആ ഒരു യങ് സമയത്ത് അടിച്ച് തകർത്ത ഒരു ഒരു ടീമാണ് ആ പോണത്. ഇപ്പോഴും പക്ഷെ ആ വൈബ് കിട്ടിയിട്ടില്ല. അത് തന്നെ, അത് ഇപ്പോഴുള്ള ഈ പറഞ്ഞ പോലെ അത് കറക്റ്റാണ് കാണിച്ചത്. അടിപൊളി സാധനമാണ് അത്. ഇങ്ങനെയുള്ള ഈ ആൾക്കാർ ഇനി അങ്ങോട്ട് കുറവായിരിക്കും എന്തായാലും. അതൊരു തമാശ സാധനമല്ല, പക്ഷെ അതൊരു ഭയങ്കര ഒരു മെസ്സേജാണ്. എന്തിനാ ഈ പറഞ്ഞ ഇതുപോലത്തെ ഒരു ജനറേഷൻ കാണൂല. അങ്ങനെ ഇനി എല്ലാരും അങ്ങനെയൊക്കെ ആവാൻ ശ്രമിക്കണം, അത്രേ ഉള്ളൂ. ഇത് ചെയ്യാത്തവരായിട്ട് ആരും കാണൂല. എനക്ക് പറ്റിയിട്ടുണ്ടോടാ? എനിക്ക് പറ്റിയിട്ടില്ല. എനക്ക് പറ്റിയിട്ടില്ലേ? മനസ്സിലായോ എന്തോന്നാണ്? എന്തോന്ന് പൊതിച്ചോറല്ല, നമ്മൾ ഈ പാത്രത്തിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് തുറക്കാൻ നോക്കുമ്പോ ഈ സാധനം എനിക്ക് സ്ഥിരം പറ്റിക്കൊണ്ടിരുന്നത്. ഇതിപ്പോ ചെയ്യാൻ പോകുന്നത് ഇതിൽ കാണിച്ച പോലെ തന്നെ. ആദ്യം കൊണ്ട് ചുമരിലിടിക്കും. അതൊന്നും അല്ല, ആദ്യം ചുമരിലിടിക്കും പറ്റൂല, പിന്നെ അടുത്ത് ബെഞ്ചിലിടിക്കും പറ്റൂല, പിന്നെ അടുത്ത് നമ്മള് പിടിക്കും, കടിച്ചു വലിക്കും, അടുത്ത് കൂടെ ഉള്ളവന്മാർക്ക് എല്ലാം കൊടുക്കും, നടക്കൂല. ഇതിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ ചില സമയത്ത് ഈ മുട്ടയൊക്കെ പൊരിച്ചു വെച്ചിരിക്കും, ചിലപ്പോൾ അടിയിൽ മീനൊക്കെ കാണും. ഇങ്ങനെയുള്ള ഒരാൾ കൊണ്ടുവച്ച് ഈ സാധനം ഇടിച്ചങ്ങ് തുറക്കണം എന്ന് വിചാരിച്ചോ, ഈ ഓംലെറ്റ് പറന്ന് അടുത്തിരിക്കുന്നവന്റെ തലയിലും മുട്ട ഇരിക്കുന്ന അടുത്തിരിക്കുന്ന പെണ്ണിന്റെ തലയിലും മറ്റേ സ്ലൈഡ് വീടി വെച്ച പോലെ പോയിരിക്കും. ആ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഭയങ്കര കറക്റ്റ് സാധനമാണ്. അത് ഈ വീഡിയോ എവിടെ നിന്ന് കിട്ടിയെന്തോ മാർക്ക് ഇത്രയും കറക്റ്റ് ആയിട്ട്. തല ഇടിക്കുമ്പോൾ കറക്റ്റാണ്, തല ഇടിക്കുമ്പോൾ നമ്മൾ ചുവരി കൊണ്ടിരിക്കണം. പാത്രമൊക്കെ ചപ്പി ഒരു പരിവാവും. പക്ഷെ തുറക്കാൻ അങ്ങനെയുള്ള പാത്രങ്ങൾ പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ ഭയങ്കര പാടാണ് ഈ സാധനം. ഇതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കിടിലം. ഈ ചെയ്തവന്മാര് എവിടെ നിന്നോ ഈ വീഡിയോ കിട്ടിയത്. ഓ കറക്റ്റ് സാധനം എവിടെ നിന്നോ പൊക്കിയെടുത്ത്. കഴിവ് ഓ സോറി, അത് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അത് എവിടെ നിന്ന് വന്നതോ. കാറ്റ്സ് ഇൻ മെക്സിക്കോ, റഷ്യ, ചൈന, കാറ്റ്സ് ഇൻ ചുരുളി. അത്രയും പ്രതീക്ഷയില്ല അത്. കൊള്ളാം. അതും എഡിറ്റ് ചെയ്തവൻ തീർന്നു. അപ്പൊ എന്നാ പിന്നെ ഇന്നത്തെ വീഡിയോസ് ഒക്കെ ഏകദേശം മൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നീ എന്തെങ്കിലും സ്റ്റോറി പറയാനുണ്ടെങ്കിൽ പറയടേ. നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് പോവാം. അപ്പൊ കുറച്ചു നേരം ചിരിക്കാനുള്ളത് മതി. ചുമ്മാ ഇട്ട് വലിച്ചു നീട്ടി ആകെ അലമ്പാക്കാൻ എല്ലാവർക്കും കാണാൻ രസവും കാണത്തില്ല. അപ്പൊ ഇതുപോലെ ഇതിപ്പം നമുക്ക് ഇന്ന് പറ്റുന്ന രീതിയിൽ കുറച്ചു നേരം അത് മതി. ഇല്ലെങ്കിലും ഇത്രയൊക്കെ മതി. ഇത്രയൊക്കെ ചിരിച്ചാൽ മതി. അതിന്റെ ആവശ്യമേ ഉള്ളൂ. അടുത്തിനി നമ്മൾ അടുത്ത് പുതിയ വീഡിയോസ് കണ്ടുപിടിച്ച് പുതിയ കണ്ടന്റ് ആയിട്ട് വരാം അന്ന്. ഓക്കെ, അപ്പോ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഈ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. ലൈക്കും കൂടെ. സത്യം പറഞ്ഞ കണ്ടന്റ് ക്ഷാമത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതും സബ്സ്ക്രൈബേഴ്സ് ഇല്ലായ്മ തന്നെയാണ്. എന്നാലും നമ്മൾ 0 നിന്ന് 2000 വരെ എത്തിയത് വലിയൊരു കഥയാണ് കേട്ടോ. ഒരു 3-4 കൊല്ലത്തെ പ്രയത്നം എന്നൊക്കെ പറയേണ്ടി വരും. അതിൽ നിന്ന് 2000 വരെ എത്തിയത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇനി ഇടിച്ചു കയറി മുന്നോട്ട് പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. പിന്നെ എന്റെ വണ്ടിയിലൊക്കെ ഇതൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നൈസായിട്ട്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒരു പരാതിയും വേണ്ട, കൈ അടുത്ത് നിർത്തി ഒന്ന് കൈതരും, ഞാൻ നിർത്തും, ഒരു പ്രശ്നമില്ല. സബ്സ്ക്രൈബർ ആണെന്ന് പറയാൻ അപ്പം ഞാൻ നിർത്തും. അപ്പോ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് അല്ലേ. അപ്പൊ നമുക്കിനി പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.